നമസ്കാരം. ഇന്ത്യൻ നാവികസേനയുടെ കരുത്ത് അടുത്ത ഘട്ടത്തിലേക്ക് ഉയർത്താനുള്ള നിർണായക നീക്കമാണ് പ്രോജക്ട് 18. നിലവിൽ ഇന്ത്യയുടെ നാവികസേന ഉപയോഗിക്കുന്ന ഡിസ്ട്രോയറുകളെക്കാൾ വലുതും കൂടുതൽ ആയുധങ്ങളും സെൻസറുകളും വഹിക്കാൻ കഴിയുന്നതുമായ അടുത്ത തലമുറ യുദ്ധക്കപ്പലുകൾ നിർമ്മിക്കാനാണ് പദ്ധതി. ഇതിനായി ജപ്പാന്റെ അത്യാധുനിക മായ ക്ലാസ് ഡിസ്ട്രോയറുകളിൽ ഉപയോഗിക്കുന്ന ചില സാങ്കേതിക വിദ്യകളിൽ നിന്ന് ഇന്ത്യ പ്രയോജനം നേടാൻ ശ്രമിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ഏകദേശം 11,000 മുതൽ 13,000 ടൺ വരെ ഭാരമുള്ള ഈ പുതിയ ഡിസ്ട്രോയറുകൾ ഇന്ത്യൻ നാവികസേനയുടെ ദീർഘദൂര വ്യോമ പ്രതിരോധ ശേഷിയിലും മിസൈൽ പ്രതിരോധ ശേഷിയിലും വലിയ മാറ്റത്തിന് വഴിയൊരുക്കുമെന്നാണ് പ്രതീക്ഷ. ആദ്യം മനസ്സിലാക്കേണ്ടത് ഡിസ്ട്രോയർ എന്ന യുദ്ധക്കപ്പൽ എന്താണെന്നാണ്. വേഗതയേറിയതും ദീർഘദൂര ദൗത്യങ്ങൾ നിർവഹിക്കാൻ കഴിയുന്നതുമായ വിവിധ തരത്തിലുള്ള ആയുധങ്ങളും സെൻസറുകളും വഹിക്കുന്ന യുദ്ധക്കപ്പലുകളാണ് ഡിസ്ട്രോയറുകൾ. ഒരു വിമാനവാഹിനി കപ്പലിനെയോ മറ്റു വലിയ യുദ്ധക്കപ്പലുകളെയോ സംരക്ഷിക്കുന്ന അകമ്പടി കപ്പലായും ഇവ പ്രവർത്തിക്കുന്നു. ആകാശത്തു നിന്നുള്ള വിമാന ആക്രമണങ്ങൾ, കപ്പൽവേധ മിസൈലുകൾ, ശത്രു യുദ്ധക്കപ്പലുകൾ, മുങ്ങിക്കപ്പലുകൾ തുടങ്ങിയ നിരവധി ഭീഷണികളെ നേരിടാൻ കഴിയുന്ന രീതിയിലാണ് ആധുനിക ഡിസ്ട്രോയറുകൾ രൂപകൽപ്പന ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു രാജ്യത്തിന്റെ നാവികസേനയുടെ യുദ്ധശേഷി വിലയിരുത്തുമ്പോൾ ഡിസ്ട്രോയർ വിഭാഗത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട്. നിലവിൽ ഇന്ത്യയുടെ ഏറ്റവും ആധുനിക ഡിസ്ട്രോയർ വിഭാഗങ്ങളിലൊന്നാണ് വിശാഖപട്ടണം ക്ലാസ്. ഏകദേശം 7,400 ടൺ ഭാരമുള്ള ഈ കപ്പലുകൾ മുംബൈയിലെ മസ്ഗാവ് ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. വിശാഖപട്ടണം ക്ലാസ് ഡിസ്ട്രോയറുകൾ ഇന്ത്യയുടെ നാവിക യുദ്ധശേഷിയിൽ വലിയ മുന്നേറ്റമായിരുന്നു. ശക്തമായ റഡാർ സംവിധാനങ്ങൾ, വ്യോമ പ്രതിരോധ മിസൈലുകൾ, ബ്രഹ്മോസ് കപ്പൽവേധ മിസൈലുകൾ, വിവിധ സെൻസറുകൾ എന്നിവ സംയോജിപ്പിച്ചാണ് ഇവ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇതിനപ്പുറത്തേക്കാണ് ഇന്ത്യ ഇപ്പോൾ നീങ്ങുന്നത്. കൂടുതൽ വലിപ്പവും കൂടുതൽ ആയുധങ്ങളും കൂടുതൽ വൈദ്യുതോൽപാദന ശേഷിയും ഭാവിയിലെ നവീകരണങ്ങൾക്ക് കൂടുതൽ സ്ഥലവുമുള്ള ഡിസ്ട്രോയറുകളാണ് പ്രോജക്ട് 18 വഴി ലക്ഷ്യമിടുന്നത്. 11,000 മുതൽ 13,000 ടൺ വരെ ഭാരമുള്ള കപ്പലുകൾക്കായിരിക്കും ഇവയെന്നാണ് റിപ്പോർട്ടുകൾ. വലിപ്പം കൂടുമ്പോൾ കൂടുതൽ ശക്തമായ റഡാറുകൾ, കൂടുതൽ മിസൈൽ വിക്ഷേപണ സംവിധാനങ്ങൾ, വലിയ വൈദ്യുതോൽപാദന സംവിധാനങ്ങൾ, വിപുലമായ കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനങ്ങൾ എന്നിവ കപ്പലിൽ ഉൾപ്പെടുത്താൻ കഴിയും. ഇവിടെയാണ് ജപ്പാന്റെ മായ ക്ലാസ് ഡിസ്ട്രോയറുകൾ ശ്രദ്ധേയമാകുന്നത്. ജാപ്പനീസ് മാരിടൈം സെൽഫ് ഡിഫൻസ് ഫോഴ്സിന്റെ മായ ക്ലാസ്, JS മായ, JS ഹഗുരോ എന്നീ 2 ഡിസ്ട്രോയറുകളാണുള്ളത്. ഏകദേശം 10,000 ടണ്ണിന് മുകളിലുള്ള ഈ കപ്പലുകൾ പരമ്പരാഗത ഡിസ്ട്രോയറുകളെക്കാൾ വലിപ്പമുള്ളവയാണ്. അമേരിക്കൻ ഏഗിസ് യുദ്ധവിമാനവും അത്യാധുനിക മിസൈൽ സംവിധാനങ്ങളും സംയോജിപ്പിച്ചാണ് ഇവയുടെ രൂപകൽപ്പന. പ്രത്യേകിച്ച് ഫ്ലീറ്റ് എയർ ഡിഫൻസിലാണ് മായ ക്ലാസ് ഡിസ്ട്രോയറുകളുടെ പ്രധാന ശക്തി. മായ ക്ലാസിൽ ഇന്ത്യക്ക് താൽപ്പര്യമുണ്ടാകുന്ന പ്രധാന ഘട്ടങ്ങളിലൊന്നാണ് അതിന്റെ സംയോജിത വ്യോമ പ്രതിരോധ ശേഷി. ഒരു ശത്രുവിന്റെ വിമാനം അല്ലെങ്കിൽ മിസൈൽ ആക്രമണം തിരിച്ചറിയുന്നതിൽ റഡാർ മാത്രം മതിയാകില്ല. ഭീഷണി കണ്ടെത്തുക, അതിന്റെ വേഗതയും ദിശയും വിലയിരുത്തുക, അത് എത്രത്തോളം അപകടകരമാണെന്ന് നിർണ്ണയിക്കുക, തുടർന്ന് അനുയോജ്യമായ ആയുധം ഉപയോഗിച്ച് അതിനെ തടയുക. ഇതെല്ലാം വളരെ വേഗത്തിൽ നടക്കണം. വിവിധ സെൻസറുകളിൽ നിന്നുള്ള വിവരങ്ങൾ ഏകോപിപ്പിക്കുക, സെൻസർ ഫ്യൂഷൻ സാങ്കേതിക വിദ്യയാണ് ഇതിൽ നിർണായകം. ഇതിനൊപ്പം നെറ്റ്വർക്ക് കേന്ദ്രീകൃത യുദ്ധം എന്ന ആശയവും പ്രധാനമാണ്. ഒരു യുദ്ധക്കപ്പലിന് സ്വന്തം റഡാറിൽ ലഭിക്കുന്ന വിവരങ്ങൾ മാത്രമല്ല, മറ്റ് കപ്പലുകൾ, വിമാനങ്ങൾ, തീരദേശ സംവിധാനങ്ങൾ തുടങ്ങിയവയിൽ നിന്നുള്ള വിവരങ്ങളും ഉപയോഗിക്കാൻ കഴിയുന്ന സംവിധാനമാണിത്. ഇതിലൂടെ ഒരു വലിയ നാവിക സംഘത്തിന് ഒരൊറ്റ ഏകീകൃത യുദ്ധശേഷിയായി പ്രവർത്തിക്കാൻ കഴിയും. ശത്രുവിന്റെ ആക്രമണം നേരത്തെ തിരിച്ചറിയാനും പ്രതികരിക്കാനുള്ള സമയം കുറയ്ക്കാനും ഇത്തരം സംവിധാനങ്ങൾ സഹായിക്കും. മായ ക്ലാസിന്റെ മറ്റൊരു പ്രധാന പ്രത്യേകത അതിന്റെ ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ ശേഷിയാണ്. ഈ കപ്പലുകളിൽ അമേരിക്കൻ നിർമ്മിത SM-3, SM-6 മിസൈൽ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നു. പ്രത്യേകിച്ച് ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെയുള്ള വ്യോമ ഭീഷണികളെ പ്രതിരോധിക്കുന്നതിനാണ് ഈ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത്. മായ ക്ലാസ് ഡിസ്ട്രോയറുകളിൽ നിന്ന് 96 ലംബ മിസൈൽ വിക്ഷേപണ സെല്ലുകളുള്ള സംവിധാനമാണ് ഉപയോഗിക്കുന്നത്. ഇതിലൂടെ ഒരേ സമയം വിവിധ തരത്തിലുള്ള വ്യോമ മിസൈൽ ഭീഷണികളെ നേരിടാൻ കപ്പലിന് കഴിയും. ഇന്ത്യയുടെ നിലവിലെ വിശാഖപട്ടണം ക്ലാസ് ഡിസ്ട്രോയറുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ വ്യത്യാസം വ്യക്തമാണ്. വിശാഖപട്ടണം ക്ലാസിൽ ബറാക് B, LRSAM പോലുള്ള വ്യോമ പ്രതിരോധ മിസൈലുകളും ബ്രഹ്മോസ് പോലുള്ള കപ്പൽവേധ മിസൈലുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബ്രഹ്മോസ് ഇന്ത്യയുടെ പ്രധാന ദീർഘദൂര കപ്പൽവേധ ആയുധങ്ങളിലൊന്നാണ്. അതേസമയം ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധം പോലുള്ള കൂടുതൽ ഉയർന്ന തരത്തിലുള്ള കഴിവുകൾക്കായി ഇന്ത്യക്ക് കൂടുതൽ ശക്തമായ സെൻസറുകളും ഇന്റർസെപ്റ്റർ സംവിധാനങ്ങളും ആവശ്യമാണ്. ഇവിടെയാണ് ജപ്പാനുമായി സഹകരിക്കുന്നതിന്റെ തന്ത്രപ്രധാനമായ പ്രാധാന്യം ഉയരുന്നത്. അമേരിക്കയുടെ ഏഗീസ് സംവിധാനവുമായി അടുത്ത ബന്ധമുള്ള ജാപ്പനീസ് നാവികസേനയുടെ അനുഭവവും സാങ്കേതിക വൈദഗ്ധ്യവും ഇന്ത്യക്ക് പ്രയോജനപ്പെടുത്താനാകും. എന്നാൽ ഒരു പ്രധാന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ജപ്പാന്റെ മായ ക്ലാസിൽ ഉപയോഗിക്കുന്ന എല്ലാ അമേരിക്കൻ ആയുധങ്ങളും ഇന്ത്യക്ക് നേരിട്ട് ലഭിക്കുമെന്ന് ഇതിനർത്ഥമില്ല.
പ്രത്യേകിച്ച് SM-3, SM-6 പോലുള്ള അമേരിക്കൻ സംവിധാനങ്ങളുടെ കയറ്റുമതി അമേരിക്കയുടെ സ്വന്തം നിയമങ്ങളും നയതന്ത്രവും തീരുമാനങ്ങളും അനുസരിച്ചായിരിക്കും. പ്രൊജക്ട് 18 വിജയകരമായി യാഥാർത്ഥ്യമാകുകയാണെങ്കിൽ ഇന്ത്യൻ നാവികസേനയുടെ ഡിസ്ട്രോയർ ശേഷിയിൽ വലിയൊരു മാറ്റമായിരിക്കും അത്. 7400 ടൺ വിഭാഗത്തിൽ നിന്ന് 11,000 മുതൽ 13,000 ടൺ വരെ ഭാരമുള്ള കപ്പലുകളിലേക്ക് നീങ്ങുന്നത് വലിപ്പത്തിന്റെ വർധനവ് മാത്രമല്ല, കൂടുതൽ ശക്തമായ റഡാറുകൾ, കൂടുതൽ ആയുധങ്ങൾ, മികച്ച കമാൻഡ് സംവിധാനങ്ങൾ, കൂടുതൽ വൈദ്യുത ശേഷി, ഭാവിയിൽ പുതിയ ആയുധങ്ങൾ കൂട്ടിച്ചേർക്കാനുള്ള സൗകര്യം എന്നിവയും ഇതിലൂടെ സാധ്യമാകും. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ചൈനയുടെ നാവിക സാന്നിധ്യം വർദ്ധിപ്പിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഈ നീക്കത്തിന് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നത്. ദീർഘദൂര വ്യോമ പ്രതിരോധ ശേഷിയുള്ള വലിയ ഡിസ്ട്രോയറുകൾ ഒരു കരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിനൊപ്പം പ്രവർത്തിക്കുമ്പോൾ വിമാനവാഹിനി കപ്പലിനും മറ്റു പ്രധാന കപ്പലുകൾക്കും ശക്തമായ സംരക്ഷണം നൽകാൻ കഴിയും. അതായത് ഭാവിയിലെ ഇന്ത്യൻ നാവികസേനയിൽ പ്രൊജക്ട് 18 ഡിസ്ട്രോയറുകൾ വെറും ആക്രമണ കപ്പലുകളായിരിക്കില്ല, ഒരു വലിയ നാവിക സംഘത്തിന്റെ പ്രധാന പ്രതിരോധ കവചമായി മാറാനാണ് സാധ്യത. അതേസമയം ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ വെല്ലുവിളി സാങ്കേതിക വിദ്യയുടെ സങ്കീർണത തന്നെയാണ്. ഇത്രയും വലിയ യുദ്ധക്കപ്പലിൽ റഡാർ, സെൻസറുകൾ, മിസൈൽ വിക്ഷേപണ സംവിധാനങ്ങൾ, കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനം, ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങൾ, ആശയവിനിമയ സംവിധാനങ്ങൾ എന്നിവയെല്ലാം ഒരൊറ്റ നെറ്റ്വർക്കിൽ സംയോജിപ്പിക്കേണ്ടതുണ്ട്. അതിനാൽ കപ്പലിന്റെ വലിപ്പം കൂട്ടുന്നത് മാത്രം പോരാ, അതിനകത്തെ എല്ലാ സംവിധാനങ്ങളും ഒരുമിച്ച് പ്രവർത്തിപ്പിക്കുന്ന തരത്തിലുള്ള ഏകീകൃത യുദ്ധശേഷിയാണ് നിർമ്മിക്കേണ്ടത്. ഒടുവിൽ പ്രൊജക്ട് 18 ഇന്ത്യയുടെ നാവികസേനയെ അടുത്ത തലമുറയിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രധാന പദ്ധതിയായി മാറുകയാണ്. വിശാഖപട്ടണം ക്ലാസിന്റെ 7400 ടൺ പരിധിയിൽ നിന്ന് കൂടുതൽ വലിപ്പമുള്ള 11,000 മുതൽ 13,000 ടൺ വിഭാഗത്തിലേക്ക് കടക്കുന്നതിലൂടെ ഇന്ത്യക്ക് കൂടുതൽ ആയുധങ്ങളും സെൻസറുകളും ഭാവിയിൽ സാങ്കേതിക വിദ്യകളും ഉൾക്കൊള്ളാൻ കഴിയുന്ന യുദ്ധക്കപ്പലുകൾ ലഭിക്കും. ജപ്പാന്റെ മായ ക്ലാസ് ഡിസ്ട്രോയറുകളിൽ നിന്നുള്ള സാങ്കേതിക പരിചയവും അമേരിക്കൻ ഏഗീസ് സംവിധാനവുമായി ബന്ധപ്പെട്ട ജാപ്പനീസ് അനുഭവവും ഇന്ത്യക്ക് പ്രയോജനപ്പെടുത്താനായാൽ ഭാവിയിലെ ഇന്ത്യൻ ഡിസ്ട്രോയറുകളുടെ വ്യോമ പ്രതിരോധ ശേഷി പുതിയൊരു തലത്തിലേക്ക് ഉയരാം. ഇത് വെറും ഒരു പുതിയ യുദ്ധക്കപ്പൽ നിർമ്മിക്കുന്ന പദ്ധതി മാത്രമല്ല, ഇന്ത്യൻ നാവികസേനയ്ക്ക് കൂടുതൽ ദൂരത്തിൽ പ്രവർത്തിക്കാനും വലിയ നാവിക സംഘങ്ങളെ സംരക്ഷിക്കാനും കൂടുതൽ സങ്കീർണമായ മിസൈൽ ഭീഷണികളെ നേരിടാനും കഴിയുന്ന ഒരു പുതിയ യുദ്ധശേഷി സൃഷ്ടിക്കാനുള്ള ശ്രമമാണ്. പ്രൊജക്ട് 18 യാഥാർത്ഥ്യമാകുന്നതോടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഇന്ത്യയുടെ കടൽ ശക്തിക്ക് മാത്രമല്ല, വിശാലമായ ഇൻഡോ പസഫിക് മേഖലയിൽ ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ സാന്നിധ്യത്തിനും അത് വലിയ മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.